നമ്മളെക്കുറിച്ച് പലരും പലതും പറയും, ഇല്ലേ? പലരും പലതും പറയും. യു ആർ യൂസ്ലെസ് ആൻഡ് ഗുഡ് ഫോർ നത്തിങ്. മൊത്തമൊക്കെ പറയണവരുണ്ട്. അയ്യോ, എത്ര വട്ടം കേട്ടേക്കും. നമ്മളെ പരിഹസിക്കുന്നവരുണ്ട്. നമുക്ക് പൊക്കമില്ല, വണ്ണമില്ല, കളറില്ല, നമുക്ക് കഞ്ഞി വയ്ക്കാൻ അറിഞ്ഞുകൂടാ, കറി വയ്ക്കാൻ പ്രാപ്തിയില്ല, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വശമില്ല, പിള്ളേരെ ഒന്ന് ശാസിക്കാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല. ചുമ്മാ എന്തൊരു ജന്മം. മൊത്തമൊക്കെ ചോദിക്കും. നാളെ സൗദിയിലൊരു വീട്ടിൽ പോയി. ഞാനവിടെ ചെന്നപ്പോൾ ഒരു ചേച്ചി ചുമ്മാ എന്നെ വിളിച്ചോണ്ട് പോയതാണ്. ചോറൊക്കെ തരാമെന്ന് പറഞ്ഞു. ചോറ് തരാമെന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോകും. ഞാനങ്ങനെ പോയതാണ്. ചോറൊക്കെ തരാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി ആ വീട്ടിലെ ചേട്ടനോട് പറഞ്ഞു, ചോറൂണ് കഴിയുമ്പോൾ അച്ഛന് പഴം തിന്നണം, പോയി ഒരു പടല പഴം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അയാൾ അപ്പം തന്നെ പുറത്തേക്ക് ഓടിപ്പോയി. അപ്പം ആ ചേച്ചി എന്നോട് പറയുക, അച്ഛാ പോയണ്ട. എന്നിട്ട് എന്ത് പഴാന്നോ എന്തോരം ഒന്നുമില്ല അച്ഛാ, കേട്ടത് വാതി കേൾക്കാത്തത് വാതി, ദേ പോയി, ഒരു ഉപകാരമില്ല അച്ഛാ. സങ്കടം വന്നിട്ടാ, ഒരു പാവം, ഒരു ഉപകാരമില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങനെ പറയരുത്. ഞാൻ നോക്കുമ്പോൾ നെല്ലിക്കക്കൊട്ടം മറിച്ചിട്ടോണം 4 പിള്ളേര് ഈ സോഫയമേയും കട്ടുമ്മയൊക്കെ കിടന്ന് തലകുത്തി മറിയണം. ചില ഡയലോഗ് കേൾക്കുമ്പോൾ എനിക്ക് ഭ്രാന്താവും. ഞാൻ ചോദിച്ചു, പിള്ളേരൊക്കെ ആരുടെ ചേച്ചി? അത് ഞങ്ങളുടെയാണ്. ഇങ്ങനെ ഒരു ഉപകാരമെങ്കിലും ഉണ്ടായില്ലേ? 4 പിള്ളേര്, അത് 3 ആൺപിള്ളേർ, ഒരു പെൺകൊച്ച്, നല്ല മിടുമിടുക്കം പിള്ളേര്. അങ്ങനെ ഒരു ഉപകാരവും ഇല്ല എന്ന് പറയരുത് കെട്ടിയവനെ കൊണ്ട്. എനിക്ക് സങ്കടം വന്നപ്പോൾ ഞാനൊന്ന് താങ്ങിയതാണ്. അപ്പം ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ഛ എന്തോരം കല്യാണാലോചന വന്നതാണെന്നറിയാം. ഓ, എത്ര പേരുടെ മുമ്പിൽ ഞാൻ മേക്കപ്പ് ഇട്ട് ചായയും കൊണ്ട് ചെന്നു. ഈ പൊട്ടൻ്റെ തലയിലാണ് എന്നെ കെട്ടിവെച്ചത്. ആ ചേച്ചി ഒരു ദാക്ഷിണ്യമില്ലാട്ടോ പറഞ്ഞേ. ഇങ്ങനെയൊക്കെ പറയണ കേട്ടപ്പോഴാണ് എൻ്റെ ജീവിതം എത്രയോ ഭാഗ്യപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി കല്യാണത്തിന് മുമ്പ് ചേച്ചി ഒന്നും ആലോചിച്ചില്ലേ? ചേച്ചി ചേട്ടന് വിദ്യാഭ്യാസം? ഒരു വിദ്യാഭ്യാസവും ഇല്ല ചേച്ചിക്ക്. എന്തോരുണ്ട്? ഞാൻ BSc നേഴ്സ്. പിന്നെ ലവ് മാരേജ് ആയിരുന്നു. അച്ഛാ വൃത്തിയോട് പറയരുത്, ഇങ്ങനെയുള്ളതിനൊന്നും ഞാൻ പ്രേമിക്കില്ല. പിന്നെ അറേഞ്ച്ഡ് മാരേജാണ് അച്ഛാ. ഞാൻ ചോദിച്ചപ്പോൾ BSc നേഴ്സിംഗ് ഉണ്ടായിട്ട് പിന്നെ അങ്ങനെ ഒരാളെ കെട്ടിയെന്ന്. എൻ്റെ അച്ഛ പെണ്ണ് കാണാൻ വന്നിരുന്ന് ഞാൻ ചായയും കൊണ്ട് ചെന്നു. ആ ദുഷ്ടൻ 3ാംകാരൻ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ചെറുക്കനും പെണ്ണും എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കട്ടെ, നമുക്ക് പുറത്തേക്ക് ഇരിക്കാം. ഊത്തലുമീൻ ഇറങ്ങി പോണ പോലെയാണ്. ഒക്കെ പോയച്ചാ മുറിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇയാളുടെ മുമ്പിൽ പെട്ടു. അപ്പം എന്നോടൊരു ചോദ്യം, എന്തോരം പഠിച്ച്? ഞാൻ പറഞ്ഞു, BSc പഠിച്ച്. അപ്പം അടുത്ത ചോദ്യം, മാത്തമാറ്റിക്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞു, മാത്തമാറ്റിക്സ് ഇഷ്ടമായിരുന്നു. ഫിസിക്സ് താല്പര്യമുള്ളതായിരുന്നു. ഫിസിക്സ് താല്പര്യമായിരുന്നു. കെമിസ്ട്രിയിൽ ഹയർ സ്റ്റഡിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടാവും. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനിയൊന്നും വേണ്ട ചേട്ടാ, പഠിച്ചോടത്തോളം മതി. എൻ്റെ പൊന്നച്ച, ചോദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് MBBS കഴിഞ്ഞ് MDക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പെണ്ണ് കാണാൻ വന്നതായിരിക്കും. കെട്ടിക്കഴിഞ്ഞപ്പോഴാ അച്ചറിയണേ 7ാം ക്ലാസ്സും ഗുസ്തിയാണ്. ഒരു ബോധമില്ല അച്ഛാ. എന്തൊരു നല്ല അഭിപ്രായം എന്നറിയോ ഭർത്താവിനെ കുറിച്ച്? ചില ഭാര്യമാരങ്ങനെയാണ്. ഞാനല്ലേ കാശുണ്ടാക്കണത്, ഞാനല്ലേ അധ്വാനിക്കണത്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയൂട്ടാ. ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ചില ഭർത്താക്കന്മാരെ കുറിച്ച് ഭാര്യമാർ പറയും, ഒരു ഉപകാരമില്ല അച്ഛാ. പെണ്ണ് കാണാൻ വന്നപ്പോൾ മീശയും വിറപ്പിച്ചിരിക്കണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നല്ല ധൈര്യമുള്ള കൂട്ടത്തിലാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എൻ്റെ പൊന്നച്ഛ, കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അറിയണത് എന്നത്, വീടിൻ്റെ ഉമ്മറത്തൊരു പാമ്പിനെ കണ്ട അടുക്കള വശത്ത് കൂടെ അറിഞ്ഞു കൂടും. ഞാനാണ് അച്ഛ വീട്ടിൽ പാമ്പിനെ കൊല്ലണത്. എന്തെങ്കിലും ഒരു ധൈര്യം വേണ്ടേ? ഒരു ഉപകാരമില്ല. ഭാര്യമാരെ കുറിച്ച് ഭർത്താക്കന്മാരും പറയും, ഒന്നിനും കൊള്ളൂല. എന്തോരം പെണ്ണ് കാണാൻ പോയതച്ചാ. തച്ചിന് പെണ്ണ് കാണാൻ നടന്ന കാലമുണ്ട്. ഒരു ദിവസം 7 ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. ഒരുതരം ഹോബിയായിരുന്നു പെണ്ണ് കാണാൻ പോക്ക്. നമ്മുടെ തടി അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്. ചില ചെറുക്കന്മാർ പറയണതാണ് ഭർത്താക്കന്മാർ.
ഇവളിങ്ങനെ ചായ ഒക്കെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ അച്ഛാ ഏലക്കായ ഒക്കെ ഇട്ട ചായയായിരുന്നു. ഞാൻ വിചാരിച്ച് ജീവിതകാലം മുഴുവനും നല്ല ചായ കുടിക്കാലോ എന്ന് വിചാരിച്ച് മാത്രം കെട്ടിയതാണ്. വൃത്തിയായിട്ടവള് ജന്മത്തൊരു വൃത്തിയുള്ള ചായ ഉണ്ടാക്കി തന്നിട്ടില്ല. അവൾക്ക് പ്രാന്ത് വരുമ്പോൾ അവൾ ഉപ്പ് വാരിടും. ഒരു ഉള്ളി തൊണ്ട് വിളിച്ച് ചമ്മന്തി അരിക്കാൻ അറിയാൻ പാടില്ല. മുട്ട പൊരിച്ച എവിടെ കടിച്ചാലും ഉപ്പാണ്. മുറ്റടിക്കില്ല, പാത്രം കഴുകില്ല. എവിടെയെങ്കിലും പോവാടി എന്ന് പറഞ്ഞാൽ 3/4 മണിക്കൂർ ബെഡ്റൂമിൽ കയറി 6.5 മീറ്റർ നീട്ടമുള്ളൊരു തുണിക്കഷ്ണമുണ്ട്, സാരി എന്നാണ് അവൾ അതിനെ വിളിക്കണത്. ഈ വട്ടപ്പാലം ചിറ്റി 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 അവസാനം പുറത്തിറങ്ങുമ്പോൾ അച്ഛനറിയാമോ എന്ത്? പകുതിയിലധികം പുറത്തണച്ച. വൃത്തിയായിട്ട് വിളിയും കൊണ്ട് ഒരു വഴിക്ക് പോകാൻ പറ്റില്ല. ഭർത്താവിനുള്ള അഭിപ്രായം അയാൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? എന്ത് ചെയ്യാച്ചാ, കൊണ്ടെടുക്കണ്ട് കുരിശാണെന്നാണ് പറയണത്. ചില ഭർത്താക്കന്മാർ എപ്പോഴും കെട്ടിയോളന്മാരെ കുറിച്ച് പറയും, കുരിശണച്ചോ കുരിശണച്ചോ. ഇന്നാളെ ഞാനൊരുത്തിനോട് പറഞ്ഞടാ, ഇങ്ങനെ ആവശ്യമില്ലാണ്ട് എപ്പോഴും കെട്ടിയോള് കുരിശാണ് കുരിശാണ് കുരിശാണെന്ന് പറയരുത്. താങ്ങാൻ ചിലപ്പോൾ അയലക്കത്തുള്ള ശമയോന്മാർ വരും. സൂക്ഷിക്കുന്നത് നല്ലതാണ്. എല്ലാവരോടും കെട്ടിയോള് കുരിശാണ്. അപ്പോൾ ചില ശമയോന്മാർ പറയും, ജോസഫേ ഞാനൊന്ന് താങ്ങിത്തരാം, കുരിശാണല്ല. അത് വലിയ പ്രശ്നം ഉണ്ടാക്കൂട്ടോ പിന്നീട്. ഈ കുരിശാണ് കുരിശാണെന്ന് കെട്ടിയോളെ വിളിക്കണവർ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പലരും പലതും പറയും. യൂസ്ലെസ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരിടവകയിൽ പള്ളിപണിയൊക്കെ ഉണ്ടായിരുന്നു. എവിടെയൊന്നും നിങ്ങൾ അന്വേഷിക്കരുത്, അന്റാർട്ടിക്ക അവിടുത്തെ പള്ളി പണിതപ്പോൾ പള്ളിപണിയൊക്കെ കഴിഞ്ഞ് ഇതുപോലെയൊക്കെ നല്ലൊരു പള്ളി ഞാനും പണിത്. കിഡ്നി ഒഴിച്ച് ബാക്കിയൊക്കെ ഞാൻ വിറ്റ്. എന്നാ പണിയായിരുന്നു. പള്ളിപണിയൊക്കെ കഴിഞ്ഞ് വെഞ്ചിരിപ്പിൻ്റെ സമയമായി. പൊതുയോഗം വിളിച്ചു കൂട്ടി. മെത്രാനെ വിളിക്കണോ, മെത്രാപ്പോലീത്തേനെ വിളിക്കണോ, നുൻഷിയോനെ വിളിക്കണോ, ഇനി മാർപ്പാപ്പേനെ ക്ഷണിക്കണോ, എന്തൊക്കെ ചർച്ചയാണെന്നറിയാമോ? അവസാനം മെത്രാനിൽ ഒതുങ്ങി. അത് നിവൃത്തിയുള്ളൂ. കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇടവകക്കാരനൊരു അപ്പച്ചൻ കൈവക്കി. അച്ഛാ, ഒരു സംശയം. എന്താണ്? നമ്മുടെ പുതിയ പള്ളിയാണല്ലോ, അത് പിന്നെ പള്ളി പുതിയതല്ലേ, ചെന്നറിഞ്ഞൂടെ? അതല്ല അച്ഛാ, ഈ പുതിയ പള്ളിയിൽ എല്ലാ കാര്യങ്ങളും പുതിയത് തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞു, പിന്നെ പുതിയതല്ലേ, ഫാൻ പുതിയതാണ്, ലൈറ്റ് പുതിയതാണ്, ബെഞ്ച് പുതിയതാണ്, ഒക്കെ പുതിയതാണ്. പിന്നെ ചേട്ടൻ അങ്ങനെ ചോദിക്കണേ. അതല്ല അച്ഛാ, എല്ലാ കാര്യങ്ങളും പുതിയത് തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞു, ചേട്ടാ തെളിച്ച് പറ, എനിക്ക് മനസ്സിലാവണില്ല. അച്ഛന് മാറ്റുണ്ടാവൂ. വെഞ്ചിരിപ്പ് കഴിഞ്ഞിട്ടില്ലട്ടാ. ഈ തല നരച്ചതിനെ മാറ്റി കിട്ടുമെന്നാണ് ആൾക്കാർ അന്വേഷിക്കണേ. ഒരു കറുത്ത മുടിയുള്ള വൃത്തിയുള്ള ഒരെണ്ണത്തിന് തപ്പിയാൽ കിട്ടുമെന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. ഞാൻ അന്ന് തന്നെ മെത്രാനച്ചനെ വിളിച്ചു പറഞ്ഞ്, പള്ളി വെഞ്ചിരിപ്പ് കഴിഞ്ഞാൽ മാറ്റം തന്നെ കേട്ടാ. ആൾക്കാർ അതേക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. നമ്മളെക്കുറിച്ച് പലരും പലതും പറയും. യു ആർ യൂസ്ലെസ് ആൻഡ് ഗുഡ് ഫോർ നത്തിങ്. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ പോരായ്മകൾ 1000 നന്മ ചെയ്താലും ഒരു തെറ്റ് ചെയ്ത അതുമേ അല്ലേ കയറി പിടിക്കുക. എത്ര നന്നായിട്ട് കറി വെച്ചു കൊടുത്താലും പറയും, എന്നാലും നീ എന്തിനാ ഇത്രയും വേപ്പിലിട്ടത്? വല്ലാത്തൊരു ചോദ്യമാണത്. കാൽമ പിടിച്ച് നിലത്തടിക്കാൻ തോന്നും ആ നേരത്ത്. എത്ര നല്ല കറി, ഒരു പോരായ്മ കണ്ടെത്താൻ മനുഷ്യൻ നോക്കി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് ചിലപ്പോൾ വല്ലാണ്ട് അപകർഷതാബോധം തോന്നും. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഉള്ള കാര്യം പറയാല്ല. നമ്മളൊന്നിനും കൊള്ളൂല്ല എന്ന് തോന്നാത്തവരാരുള്ളത്? നമ്മുടെ ജീവിതത്തിൻ്റെ ബാല്യ കൗമാരങ്ങളിൽ ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കുറവുകളും പോരായ്മകളും ഉള്ളവരാണെന്നുള്ള അനാവശ്യമായ ചിന്ത കീഴ്പ്പെടുത്താത്ത ആരുള്ളത് ഈ സമൂഹത്തിൽ? നമുക്കുണ്ട് അപകർഷതാബോധം. ഐ എം നോട്ട് ഗുഡ്. കറുത്തുപോയി, പോക്കാൻ കുറഞ്ഞു, ഉള്ളത് പറയാല്ല. എൻ്റെ വീട്ടിൽ കാണാൻ കൊള്ളില്ലാത്തത് ഞാനാണ്. എനിക്ക് ഭയങ്കര സങ്കടം അത് പറയുമ്പോൾ. ഈ കൊറോണ കാലത്താണ് ഒരു വലിയ ഉപകാരം എനിക്ക് മനസ്സിലായത്. ഞാൻ മുടി വെട്ടിക്കാൻ ഭയങ്കര മടിയനാണ്. കാരണം ഈ ചെവി പാറപ്പുറത്ത് ഒന്നിരിക്കണ പോലെയാണ്. എനിക്കത് കാരണം ഭയങ്കര സങ്കടം. മൂക്കിനും അതെ, ഭയങ്കര നീട്ടാണ്. ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നിയിരിക്കണം. എന്തിന് ഇത്ര നീട്ടം ഈ കുന്ത്രാണ്ടത്തിന്? പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ നിങ്ങൾക്കറിയാലോ, ഈ കൊച്ചങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ
നിങ്ങൾ ഞാനിത് പറയണായിട്ട് പോയി ആരും ഉപദ്രവിക്കൊന്നും ചെയ്യരുത്. ഈ മക്കളെ കുളിപ്പിക്കണ ആത്മാക്കളാണ് നമുക്ക് ഷേപ്പ് ഉണ്ടാക്കണേ. നിങ്ങൾക്കറിയാമോ അത് മക്കളെ? പ്രത്യേകിച്ച് അമ്മയുടെ അമ്മ അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മ. എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ അമ്മാമ്മേനെ തവിട് കൂടിയാക്കിയിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞു. എവിടെ നോക്കിയിട്ട് പണിതെന്ന് ചോദിച്ചു ഞാൻ. ഓരോ ഷേപ്പ് വേണ്ടേ? അങ്ങനെയാണ് മക്കളെ. നമ്മുടെ ഈ പൊക്കിളിൻ്റെ അളവൊക്കെ അമ്മാമ്മയുടെ തന്തവരിലാണ്. അമ്മാമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് പൊക്കിളിൻ്റെ ഉള്ളിൽ അമ്മാമ്മയുടെ തന്തവരിൽ കടത്തി വെക്ക്, കറക്റ്റ് അളവായിരിക്കും. ഈ കുളിപ്പിക്കണ നേരത്ത് ഇത് ഇങ്ങനെ തിരിച്ച് 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 അല്ലേ ഞാൻ പറയണത്? കറക്റ്റ് അല്ലേ? അതാണ് പരിപാടി. ഞാൻ അമ്മാമ്മയോട് ഈ മൂക്കൊക്കെ അമ്മാമ്മ എന്നെ വലിച്ച് എൻ്റെ അമ്മ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വലിക്കണ്ടേ. സത്യം പറഞ്ഞ് എനിക്ക് ഭയങ്കര മര്യാദയ്ക്ക് ഒന്ന് ഈ കുർബാന ചെല്ലുമ്പോഴേ ഏറ്റവും സങ്കടം. നേരെ ചൊവ്വയൊന്ന് ബലിപീഠം ചുംബിക്കാൻ പറ്റൂല. ഈ കുന്ത്രാണ്ടം വന്ന് ആദ്യം കുത്തും. ഒരു പുരോഹിതൻ്റെ ഏറ്റവും വലിയൊരു മോഹമല്ലേ അത്. അതിന് പോലും ഞാൻ പലവട്ടം അമ്മാമ്മയുടെ അടുത്ത് ബഹളം വെച്ച് കഷ്ടമുണ്ട് കേട്ടാ. ചെവിയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പം ഈ മാസ്ക് ഇടേണ്ട സമയം വന്നപ്പോഴാണ് ഇതിൻ്റെ ഉപയോഗം എനിക്ക് മനസ്സിലായത്. എത്ര ലൂസ് മാസ്ക് ആണെങ്കിലും കറക്റ്റ് ഫിറ്റാണ്. കൊറോണയ്ക്ക് സ്തോത്രം. എൻ്റെ അപകർഷതാബോധം മാറ്റി തന്നു. ഒരു ദിവസം കുറേ വഴക്ക് പറഞ്ഞപ്പോൾ അമ്മാമ്മ പറഞ്ഞു, മോനെ നീ വിഷമൊന്നും വിചാരിക്കരുത്, നിൻ്റെ അപ്പാപ്പൻ ഒരു ഗാന്ധിയനായിരുന്നെന്ന് നിനക്കറിയാല്ല. നിന്നെ കുളിപ്പിക്കാൻ കിടത്തിക്കൊണ്ടിരുന്ന വരാന്തയുടെ പൊക്കത്ത് അങ്ങേര് ഒരു മഹാത്മാഗാന്ധിയുടെ പടം കൊണ്ട് തൂക്കിയിട്ടുണ്ടായിരുന്നു. മോൻ വിഷമിക്കരുത്, അങ്ങേരെ നോക്കിയാണ് ഞാൻ മോനിട്ട് പണിത്. മോൻ വിഷമിക്കരുത്, വിരിഞ്ഞ ചെവിയും നീണ്ട മൂക്കൊക്കെ മഹാന്മാരുടെ ലക്ഷണമാണ്. ഞാനിപ്പോൾ ഇടയ്ക്ക് കണ്ണാടിയിൽ പോയി നോക്കി, മഹാൻ എന്ന് വിളിക്കും, ഒരാശ്വാസം. ചെവി വിടർന്നു എന്ന് വെച്ചാൽ വിഷമിക്കൊന്നും വേണ്ടട്ടാ, മഹാന്മാരുടെ ലക്ഷണമാണ്. വലിയ ആളാവണ്ട. അപകർഷതാബോധം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. നമ്മളൊക്കെ അങ്ങനെ ഒരു തലത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നെ കാണാൻ കൊള്ളില്ല, എനിക്ക് പഠിപ്പില്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, പാട്ടുപാടാൻ വശമില്ല, കളിക്കാൻ പറ്റില്ല, തിന്നാൻ അറിഞ്ഞൂടാ. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും, മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ വിലയിരുത്തിയാലും, നിന്നെക്കുറിച്ച് നീ തന്നെ എത്ര മോശമായി കരുതിയാലും, നിന്റെ ജീവിതത്തിനുള്ള നല്ല ദൈവത്തിൻ്റെ അടിക്കുറിപ്പ് അങ്ങനെയാണ്, യു ആർ എ ബ്ലെസ്സിംഗ്. നീ ഒരു അനുഗ്രഹമാണ്. നീ ഒരു അനുഗ്രഹമാണ്. നിന്നിലൂടെ ദൈവം അത്ഭുതങ്ങൾ കരുതി വച്ചിട്ടുണ്ട്. നിന്നെപ്പോലെ ഈ ലോകത്ത് വേറെ ഒരാളില്ല. അറിയാല? ആരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആധാർ കാർഡ് എടുക്കാൻ പോയില്ലേ? എടുത്തില്ലേ ആധാർ കാർഡ്? ഞാൻ ആദ്യമൊക്കെ എടുക്കാതിരുന്നാണ്. പിന്നെ അമ്മ പറഞ്ഞു ഗ്യാസ് കിട്ടണമെങ്കിൽ ആധാർ വേണമെന്ന് പറഞ്ഞു. ഗ്യാസ് ഊറ്റി കിട്ടണമെങ്കിൽ. അപ്പം എനിക്ക് പേടിയായി, നാളെ എന്തൊക്കെ വേണ്ട വരുമെന്ന് ആർക്കറിയാം. ഇപ്പം തക്കാളി മേടിക്കണമെങ്കിൽ ആധാർ കാർഡ് വേണം. എന്നെ എയർപോർട്ടിൽ തടുത്ത് ആധാർ ഉണ്ടായില്ല കയ്യിൽ. നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ എന്ത് പുലിവാലാന്നറിയാം. മൊബൈലിലുള്ളതൊക്കെ കാണിച്ചു കൊടുത്തു. അയാൾ പറ്റില്ല എന്ന് പറഞ്ഞു. ആധാർ എടുക്കാൻ ഞാൻ പോയി. എൻ്റെ ദൈവം, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ആധാർ എടുക്കാൻ പോയി. ആ ചേച്ചി, ഞാൻ ലോഹയൊക്കെ ഇട്ടിട്ടാണ് പോയേ. ലോഹ ഇടാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല കേട്ടാ, ഉള്ളത് പറയണമല്ല. നമുക്കൊരു ബഹുമാനമൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ലോഹയൊക്കെ ഇട്ട് ആഘോഷമായിട്ടാണ് പോയേ. വിചാരിച്ച പോലെ തന്നെ കാര്യം നടന്നു. ചെന്നപ്പോൾ തന്നെ ആ ചേച്ചി ചോദിച്ചു, മാഡം കോപ്പറേറ്റീവ് ബാങ്കാണ്, അച്ഛാ ആധാർ എടുക്കാൻ വന്നതാണോ? ഞാൻ പറഞ്ഞു അതെ മാഡം. എന്നാൽ ഒരു സാധനം കാണിച്ചു തന്നു. അത് മെഴുക്കി തന്തവരിൽ അമർത്തി പിടിക്കാൻ പറഞ്ഞു. 2 തന്തവരിൽ അമർത്തി പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞ് 4 വിരലും പൊത്തി പിടിക്കാൻ പറഞ്ഞു. ഞാൻ പറ്റണ പോലെയൊക്കെ പൊത്തിപ്പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞ് കണ്ണാട് ഊരി മാറ്റണം, കണ്ണ് ഒരു സാധനം കാണിച്ചു, അതിലേക്ക് തുറപ്പിച്ച് നോക്കാൻ പറഞ്ഞു. എൻ്റെ അമ്മോ, ഞാൻ തുറപ്പിച്ച് നോക്കി. അത് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഫാദറെ മുഖത്തിൻ്റെ ഫോട്ടോ എടുക്കണം, കസേരമേക്ക് ഇരിക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് ടെൻഷനായി. ഈ അപകർഷതാബോധം ഉണ്ടല്ല, മുഖം എങ്ങനെ വരുമെന്ന് ആകെ ഒരു വിഷമം. എന്നാലും നിവൃത്തിയില്ലല്ലോ. അടുത്ത് നിൽക്കണ ചേട്ടൻ്റെ മുഖത്തുനിന്ന് ഒരു തരി ചിരിയൊക്കെ കടം മേടിച്ച് നമ്മുടെ മുഖത്തൊട്ടിച്ച് നമ്മളിങ്ങനെ ചിരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആ ചേച്ചി പറഞ്ഞു, ഫാദറെ വിളിക്കാൻ പറഞ്ഞില്ല കേട്ടാ, ഇത് ആധാറിനുള്ളതാണ്. ചിരി ഏത് വഴിക്ക് പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ആ ഫോട്ടോ വന്നു. സഹിക്കില്ല പ്രിയപ്പെട്ടവരെ. അയ്യോ, എൻ്റെ ആധാറിലെ പട്ടി കഞ്ഞി കുടിക്കില്ല ആ പടം കണ്ട. എനിക്ക് അങ്ങനെ ഒരു മുഖമുണ്ടെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്.
നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, എന്തൊരു ഭംഗിയാ വീട്ടിലിരിക്കണ ആധാറിലെ ഫോട്ടോ ചെല്ലുമ്പോൾ ഒന്ന് എടുത്ത് നോക്കട്ടോ. അതിനേക്കാളും ഭേദമാണ് എൻ്റെ ഫോട്ടോ. ഒരു ഭീകര ഫോട്ടോ. എന്തിനാ ഈ ചേച്ചി തന്തവരലിൻ്റെ പടം എടുത്തത്? എന്തിനാ ഈ ചേച്ചി എൻ്റെ കണ്ണിൻ്റെ പടം എടുത്തത്? നമുക്കറിയാലോ. നമ്മുടെ ഈ തന്തവരലിൻ്റെ തുമ്പത്ത്, എൻ്റെ കൊച്ചങ്ങൾക്ക് വേണ്ടി പറഞ്ഞാട്ടാ, നമ്മുടെ ഈ തന്തവരലിൻ്റെ തുമ്പത്തെ കർത്താവ് വരച്ചു വച്ചേക്കണ പടം ഉണ്ടല്ല, ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന 722 കോടി മനുഷ്യരിൽ ഒരാൾക്ക് പോലും ഇല്ല. നമ്മുടെ തന്തവരലിൻ്റെ തുമ്പത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ മഷിയിൽ മുക്കി ഇങ്ങനെ ഞെക്കി നോക്കിയാൽ മതി, പേപ്പർ ഒരു പടം തെളിയും. അതുപോലത്തെ ഒരു വര ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന 721 കോടി മനുഷ്യരില് ഒരാൾക്ക് പോലും ഇല്ലെന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഈ കണ്ണ് പോലത്തെ ഒരു കണ്ണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും ഇല്ല. കൈയുടെ കാര്യത്തിൽ പിന്നെയും കൺഫ്യൂഷൻ ഉണ്ടെന്നാ പറയണേ. പക്ഷെ കണ്ണ് അച്ചിട്ടാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്കയിൽ എന്നപ്പോൾ ഉണ്ടല്ല, ഒരു ചെക്കൊന്നും ഇല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഇവിടുത്തെ പോലെ തപ്പി നോക്കലും ഞൊണ്ടി നോക്കലും ഞെക്കി നോക്കലും ഒന്നുമില്ല. കണ്ണിൻ്റെ പടം എടുക്കുക, അങ്ങോട്ട് വിടണ്. പറഞ്ഞ നേരം കൊണ്ട് എമിഗ്രേഷനും കഴിഞ്ഞ് ക്ലിയറൻസും കഴിഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി ഇത്തവണ പോയിപ്പോ. ഒന്നുമില്ലെന്ന്. ഒരു പോലീസുകാരനെയും കണ്ടില്ല, ഒരു ഓഫീസറിനെയും ഞാൻ കണ്ടില്ല. കംപ്ലീറ്റ് കമ്പ്യൂട്ടർ ചെയ്തു. എൻ്റെ കണ്ണ് പോലത്തെ ഒരു കണ്ണ് ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന 721 കോടി മനുഷ്യരില് ഒരാൾക്ക് പോലും ഇല്ല. അവിടെ കൊണ്ടും തീരണില്ല. എന്നോട് ചോദിക്കും, ഇത് ഇന്നലെയും തുടങ്ങിയ പരിപാടിയാണോ? 721 എണ്ണത്തിന് എടുത്താൽ മതിയാ? കോടീനെ പിടിച്ചാൽ മതിയാ? എത്ര നാളായി മനുഷ്യൻ ജനിക്കാൻ തുടങ്ങിയിട്ട്? എത്ര എണ്ണം ജനിച്ച്, എത്ര എണ്ണം ചത്ത്, ഇനി എന്തോരം ജനിക്കാൻ കിടക്കണ്? ഞാൻ കർത്താവിനോട് ചോദിക്കും, അപ്പം നിന്റെ കയ്യിൽ എത്ര അച്ചുണ്ട്? ഇതെങ്ങനെ പടയ്ക്കണത് തമ്പുരാനെ? നിന്റെ കയ്യിൽ അപ്പം എത്ര അച്ചുണ്ട്? നീ എങ്ങനെ ഇങ്ങനെ സൃഷ്ടിക്കണ്? എൻ്റെ ഈശോ എന്നോട് പറഞ്ഞ്, എടാ പൊട്ടാ, നിനക്ക് പുച്ഛല്ലേ? നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നീ എന്നെ കളിയാക്കും. അപ്പൊ കർത്താവേ, നിന്റെ കൈക്ക് എന്തോരം വലിപ്പുണ്ടെന്ന് ചോദിക്കും. നീ ഇങ്ങനെ എല്ലാവരുടെയും പേരെഴുതണമെങ്കിൽ നീ എന്നെ പരിഹസിക്കും. നിനക്ക് പുച്ഛാണ്. നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, നിന്റെ അമ്മയുടെ വയറ്റിൽ നീ കിടക്കും മുമ്പ് നിന്നെ ഞാൻ അറിഞ്ഞിരുന്നെന്ന് പറയുമ്പോൾ നീ എന്നെ കളിയാക്കും. നീ ഓർത്തോളണം, നിനക്ക് പകരം വെക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. നിനക്ക് പകരം വെക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ കയ്യിൽ മാത്രമല്ല, നിന്റെ പ്രിയപ്പെട്ടവർക്കും. ചില ബോധമില്ലാത്ത പിള്ളേർ പറയും, അമ്മയ്ക്ക് എന്നേക്കാൾ ഇഷ്ടം ചേട്ടനോടാണ്, ഇല്ലേ? അങ്ങനെ ചില മക്കളുണ്ട്. അപ്പന് എന്നേക്കാൾ ഇഷ്ടം അനീത്തിയോടാണ്. ഞാൻ പണ്ടൊക്കെ പറയും, അങ്ങനെ പറയണ പിള്ളേരുണ്ടില്ല. ഇങ്ങനെ പതുക്കെ തോളത്ത് തട്ടി വീട്ടിലെ ചുമരിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഇടത്തെ കൈ താടിയമ്മയും വലത്തെ കൈ തലയിലും പിടിക്കണം. എന്നിട്ട് ആ ചുണ്ട് കൊണ്ടുപോയി ചുമരും അതിങ്ങനെ ഉരയ്ക്കണം. ഒരു പ്രാവശ്യം പറയിക്കാവും. അത് പറഞ്ഞാലെങ്ങനെ ശരിയാവണത്? അപ്പന് 3-4 എണ്ണം ഉണ്ടല്ല, ഞാൻ പോയി എന്താ കുഴപ്പം? അങ്ങനെ ചോദിക്കണ പിള്ളേരുണ്ട്. അപ്പന് ഇപ്പം എന്നെ ഇഷ്ടമല്ല, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല. നിനക്ക് പകരം വെക്കാൻ ഈ ലോകത്ത് വേറെ ഒരു ജീവനില്ല. അത് നീ മനസ്സിലാക്കണം. നീ അത്രമാത്രം വിലപ്പെട്ട സൃഷ്ടിയാ. ദൈവം പറഞ്ഞ്, നീ എനിക്ക് നഷ്ടപ്പെട്ടാൽ നിന്നെക്കുറിച്ച് നിന്നിലൂടെ ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെയും എനിക്ക് നഷ്ടപ്പെടുക. വെറുതെ അല്ല അനുതപിക്കുന്ന പാപീനെ കുറിച്ച് സ്വർഗത്തിൽ വെടിക്കെട്ട് നടത്തുമെന്ന് തമ്പുരാൻ പറഞ്ഞത്. അത്രയ്ക്ക് വിലയുണ്ട് ദൈവത്തിന് ഓരോ മനുഷ്യ ജീവനും. നീ അത്രമാത്രം ദൈവത്തിന് പ്രിയപ്പെട്ടവനും സ്വീകാര്യനുമാണ്. ഇതിന് മറുവശമാണ് ധ്യാനിക്കാൻ അച്ഛൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മിലൂടെ നമ്മുടെ കുടുംബത്തിലേക്കും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്കും കടന്നു വരേണ്ടത് നമ്മിലൂടെ കടന്നു വന്നില്ലെങ്കിൽ വേറെ ആര് വിചാരിച്ചാലും അത് കൊടുക്കാൻ പറ്റില്ലട്ടാ. സക്കേവൂസിനോട് ഈശോ പറഞ്ഞു, ഇവൻ ഈ വീടിൻ്റെ അനുഗ്രഹമാണ്.
ഇവൻ ഈ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട്, ഇവൻ മാനസാന്തരപ്പെട്ടത് കൊണ്ട്, ഇവൻ പശ്ചാത്തപിച്ചത് കൊണ്ട്, ഇവൻ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട്, ഇവനിലൂടെ ഈ കുടുംബത്തിലേക്ക് കടന്നു വരേണ്ട അനുഗ്രഹത്തിൻ്റെ, രക്ഷയുടെ, കൃപയുടെ മഴ ഈ കുടുംബത്തിൻ്റെ മേൽ പെയ്യാണ്. നമ്മുടെ ഓരോരുത്തരുടെയും തലയ്ക്ക് പുറത്ത് നമ്മുടെ കുടുംബത്തിന് വേണ്ട കൃപകൾ ദൈവം പൊത്തിവെച്ചിട്ടുണ്ട്.